രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഫിലിമോഗ്രഫി നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് പാൻ കോമഡീസ്, ഡാർക്ക് ഹ്യൂമർ ഇതെല്ലാം പുള്ളി വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ നമ്മുടെ ഡയറക്ടർ പുള്ളിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഡാർക്ക് ഹ്യൂമർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ പ്ലേസ് ചെയ്യാമെന്ന് വെച്ച് ഇതിൽ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ ഈ ഡാർക്ക് ഹ്യൂമറിൻ്റെ മെയിൻ ആളാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവിടെയില്ല, ഇവിടെയില്ല, എവിടെയുമില്ല എന്നുള്ള സ്ഥിതിയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ഈ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ റിവ്യൂ സ്പോയിലേഴ്സ് ആയേക്കാം. കാരണം ഈ സിനിമയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ. നമ്മുടെ സമൂഹത്തിൽ പ്രതികരിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ബുള്ളിങ് ആയിരിക്കും. പിന്നെ വർക്ക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥനാണെങ്കിലും കീഴുദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും ഇവർ ഒരുപാട് മുതലെടുക്കും. സ്വന്തം തസ്തികയിലുള്ള ജോലിയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷർദിൽ വരാൻ വേണ്ടി നായകനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷർദിൽ നിന്ന് തസ്തിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ആരാണെന്നുണ്ടെങ്കിലും ഇവരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്, ഇവർക്ക് തിരിച്ച് പ്രതികരിക്കാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ ബന്ധത്തിൽ തന്നെയുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ മുതലെടുക്കുന്നത് അതുപോലുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് ചെറുപ്പത്തിൽ ഒരു കാമുകിയാണോന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടക്കില്ല. നല്ല പ്രായത്തിൽ ഒരു കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു പെൺതുണ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊന്നും കിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വീട്ടിൽ 2 പേരേ ഉള്ളൂ. അതിൽ അനിയനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു കിടപ്പ് രോഗിയാണ്. വർഷങ്ങളായിട്ട് 12 13 വർഷമായിട്ട് ഒരു ചേട്ടൻ കിടക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് മാറി നിൽക്കാനോ ലൈഫിൽ ഇതുവരെ ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അതൊന്നും സാധിക്കില്ല. വീട്ടിൽ തന്നെ ഭൂരിഭാഗം സമയം സ്പെൻഡ് ചെയ്യുന്ന, വീട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോലി എടുക്കുന്ന ആശുപത്രി. ആ ആശുപത്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഇയാളെ മുതലെടുക്കുന്നു. ഇയാളുടെ ബന്ധുക്കളടക്കമുള്ളവരും ഇവർ മുതലെടുക്കുന്നു. പരിചയക്കാർ മുതലെടുക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ബേൺ ഔട്ട് ആവുന്നത് എങ്ങനെ, ആ ഒരു ബേൺ ഔട്ട് ആവുന്ന സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്. ഇയാളുടെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. ഇയാൾക്ക് ഇൻട്രാക്ഷൻ കുറവാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഇടയിൽ, അതായത് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന അനിയൻ കഥാപാത്രം, അതുപോലെ ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്ന ചേട്ടൻ കഥാപാത്രം, ഇവരുടെ രണ്ടുപേരുടെ ലൈഫിലേക്ക് സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ എത്തുകയാണ്. അപ്പോൾ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ ആർക്കെന്ന് പറയുന്നത് പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫല്ല പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. പുള്ളി പോലും അറിയാതെ പുള്ളി എന്തൊക്കെയായി മാറുന്ന ആ രീതിയിലുള്ള ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിന് ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ നമ്മൾ ഡാർക്ക് ഹ്യൂമർ അല്ല ഇതുപോലുള്ള സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള. കാരണം ഈ സബ്ജക്റ്റ് ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ. ആ സീരിയസ്നെസ് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നുണ്ട്. വളരെ റോ ആയിട്ടുള്ള ഫൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ആദ്യമേ തന്നെ ഡാർക്ക് ഹ്യൂമറൊക്കെ ഒഴിവാക്കി ഒരു സീരിയസ് ടോണിൽ തന്നെ പിടിച്ചിരുന്നെങ്കിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയേനെ. ഇതിലെ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറും വളരെ വളരെ ഡാർക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ പുള്ളി അതെങ്ങനെ ഡീൽ ചെയ്യുന്നു. അതിനിടയിലേക്ക് സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ ഇവർ 3 പേരും കൂടി എൻജോയ് ചെയ്യുന്ന, ഇവർ ആസ്വദിക്കുന്ന കുറേ തലങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നീട് ഇവരുടെ ആ 3 പേരുടെ ലോകത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് ചിദംബരമാണ്. ചിദംബരം ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടർ ആക്ച്വലി വളരെ ലയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ലയേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഈ ക്യാരക്ടർ എങ്ങനെ പെരുമാറുന്നു, ഇയാളുടെ ആ ഒരു സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഈ ക്യാരക്ടർ ഒരു നമുക്ക് ഒരിക്കലും ഒരു രീതിയിലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത വളരെ ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഹെയ്റ്റ് ഉണ്ടല്ലോ, ആ ഹെയ്റ്റൊക്കെ ആദ്യമേ തന്നെ നല്ല രീതിയിലേക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന, അത് എനിക്ക് തോന്നുന്നു ചിദംബരം അല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയാനെ. പിന്നെ ഇതിനകത്തുള്ളത് ജാഫർ ഇടുക്കിയാണ്. അപ്പോൾ ജാഫർ ഇടുക്കി കാണിക്കുന്ന പാസീവ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പാസീവ് അഗ്രഷനൊക്കെ പുള്ളി ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ ആർക്ക് തന്നെ വരുന്നത് അങ്ങനെയാണ്. നായകൻ്റെ ആ ഒരു അവസ്ഥ, നായകനെ എങ്ങനെയാണ് സമൂഹം കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യമേ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് അതിൽ ജാഫർ ഇടുക്കി, ചിദംബരം ഇവരുടെ ക്യാരക്ടേഴ്സിന് ഈ നായകൻ്റെ ലൈഫിലുള്ള റോള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ഇതെങ്ങനെ ഒരു നായകൻ, ഈ ഹീറോ ഇത് ബേൺ ഔട്ട് ആകുമ്പോൾ ആ ഹീറോയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ അവസാനത്തെ ഒരു അരമണിക്കൂർ കാണിക്കുന്നത്. വളരെ റോ ആയിട്ടുള്ള ഫുട്ടേജാണ്. നമുക്ക് ടോർച്ച് അടിച്ചിട്ടൊക്കെ നോക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഈ സിനിമ കാണുന്നത് വല്ല സിനോൺ 4K ലേസർ അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോർച്ച് അടിക്ക് നോക്കേണ്ടി വരും. കാരണം എന്താ നടക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. ആർക്കാണ് ഇടി കിട്ടുന്നത് അല്ലെങ്കിൽ ആർക്കാണ് വെടി കൊണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ എനിക്ക് തോന്നുന്നു കുറച്ച് റിയാലിറ്റി പിടിക്കാൻ വേണ്ടി ഒട്ടും വെളിച്ചമില്ലാതെ എടുത്താണോ എന്ന് എനിക്കറിയില്ല. വളരെ ഇരുണ്ടതായിരുന്നു. എന്താ നടക്കണമെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയായിരിക്കുമായിരുന്നു. ഓക്കെ ഫൈൻ, അതൊരു റോ ആയിട്ടുള്ള ഫുട്ടേജ് ആ രീതിയിൽ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഈ നായകൻ ബേൺ ഔട്ട് ആവുന്ന രീതിയിലേക്ക് എത്തുന്ന ആ ഒരു സിറ്റുവേഷന് മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് നായകൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് റൂട്ട് ചെയ്യാൻ പോകുന്ന അത് കുറച്ചുകൂടി ബേസ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോകേണ്ടിരുന്നത്. പക്ഷേ എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ട്. ഈ സിനിമയുടെ നായകൻ, പിന്നെ ഇത് പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്ന കുഞ്ചാക്കോ ബോബനാണ്. പുള്ളിക്കാരന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഈ പടത്തിലുണ്ട്.
ആ ക്യാരക്ടർ കടന്നു പോകുന്ന ഒരുപാട് മാനസികമായിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്. അതെല്ലാം കുഞ്ചാക്കോ ബോബൻ നല്ല ടെറിഫിക് പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഇംപ്രസ്ഡ് ആയിട്ട് അഭിനയിച്ചു, നിർമ്മിച്ചു. അത് തന്നെ ഇരിക്കും. അതുപോലെ തന്നെയാണ് ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തൻ കിഡിലൻ ആക്ടറാണ്. ഈ പടത്തിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സജിൻ ഗോപുയുടെ ആ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു എക്സ്ട്രീം ഡാർക്ക് ഹ്യൂമർ ആ ഒരു കൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡാർക്ക് ഹ്യൂമർ ആയതിൻ്റെ പേരിലാണോ എന്ന് എനിക്കറിയില്ല. പൈങ്കിളി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, പൈങ്കിളിയിൽ പുള്ളിയുടെ ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്, ഈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻസ് പുള്ളി അത് തന്നെ ഇതിനകത്ത് ഡിറ്റോ കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കിത് എന്താണ്, നമ്മൾ പൈങ്കിളി തന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പൈങ്കിളിയുടെ ഹാങ് ഓവർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സജിൻ ഗോപു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിദംബരത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ജാഫർ ഇടുക്കി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിനകത്ത് നായികയുണ്ട്, എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റിൽ വരുമ്പോൾ വേറൊരു ആ ഒരു സീനിൽ മാത്രം വരുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. ആക്ട്രസിൻ്റെ ഡയലോഗ് മോഡുലേഷനും പിന്നെ ആ നേരത്തുള്ള ചിദംബരത്തിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ വർക്ക് ആയിട്ടുണ്ട് ഇതിനകത്ത്. ടെക്നിക്കലിയും പടവും മോശമൊന്നുമല്ല, പക്ഷേ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇതല്ല. ഇപ്പോൾ ഒരു സംവിധായകൻ്റെ കോളാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സിനിമ. അത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായും സംവിധായകൻ്റെ കോളാണ്. പക്ഷേ എല്ലായ്പ്പോഴും സംവിധായകർ അതിൽ സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ആ ഒരു കോൾ ഉണ്ടല്ലോ, അത് തെറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് റെസ്പോൺസ് ആണുള്ളത്. ഇത് അത്ര നെഗറ്റീവ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ അർഹിക്കുന്ന പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇതൊരിക്കലും ഒരു മോശം പടമൊന്നുമല്ല. പക്ഷേ ഈ സിനിമ അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ ആർക്ക് വരുന്ന കുഞ്ചാക്കോ ബോബൻ്റെയും ദിലീഷ് പോത്തൻ്റെയൊക്കെ നല്ല ക്യാരക്ടർ ആർക്ക് വരുന്ന, അതുപോലെ ചിദംബരം, ജാഫർ ഇടുക്കി, അങ്ങനത്തെ കുറേ നല്ല ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാകുന്ന ഒരു പടമായി മാറിയാനേ. പക്ഷേ ഇത് ഡാർക്ക് ഹ്യൂമറും വേണം, ഈ സംഭവവും വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടി ഒരു പടത്തിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൻ്റെ അവിടെ ഡാർക്ക് ഹ്യൂമർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പ്രോപ്പറായിട്ടുള്ള വേയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവിടെയുമില്ല ഇവിടെയുമില്ല എവിടെയുമില്ല എന്നുള്ള രീതിയിലാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, തീരെ മോശം പടമൊന്നുമല്ല, ബട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ.